ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷീറ്റ് മാസ്കിനെ കുറിച്ചാണ്. ഷീറ്റ് മാസ്കിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ് അഥവാ വീഡിയോ കണ്ടിട്ടുണ്ട് ബട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു കൺസിഡർ സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്താം. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് അപ്പൊ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് വന്നിട്ട് ഷീറ്റ് മാസ്ക് എന്താണെന്നുള്ളത്. അപ്പൊ ഷീറ്റ് മാസ്ക് പറഞ്ഞ ഒരു തരത്തിലുള്ള ഒരു ഷീറ്റാണ്. ഈ ഷീറ്റില് പലതരം സിറംസ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ഷീറ്റ് മാസ്ക് പല രീതിക്ക് നമുക്ക് കിട്ടും. അതായത് ഇപ്പൊ നയാസിമൈഡിന്റെ ഷീറ്റ് മാസ്ക് ഉണ്ടാവും, സാലിസിലിക് ആസിഡിന്റെ ഷീറ്റ് മാസ്ക് ഉണ്ടാവും, ടീ ട്രീന്റെ ഷീറ്റ് മാസ്ക് ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഓരോ ഷീറ്റ് മാസ്കിന്റെയും പർപ്പസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ നമ്മുടെ സ്കിൻ കണ്ടീഷൻസിനനുസരിച്ച് വേണം ഷീറ്റ് മാസ്ക് ചൂസ് ചെയ്യാൻ. അല്ലാണ്ട് ഏതെങ്കിലും റാൻഡം ആയിട്ട് ഏതെങ്കിലും ഷീറ്റ് മാസ്ക് പോയിട്ട് എടുത്ത് യൂസ് ചെയ്യല്ലാണ്ട് നമ്മൾ അതിന്റെ പർപ്പസ് നോക്കിയിട്ട് നമ്മുടെ സ്കിൻ കണ്ടീഷൻ എന്താണ്, അതിന്റെ പർപ്പസ് എന്താണെന്നൊക്കെ നോക്കിയിട്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ സാലിസിലിക് ആസിഡ് ഒക്കെ ആണെങ്കിൽ ഓയിലി സ്കിന്നിന് പറ്റിയതാണ്. നമ്മുടെ ഓയിലൊക്കെ കുറയ്ക്കാനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, പിന്നെ ആക്നി ഇതൊക്കെ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് സാലിസിലിക് ആസിഡിന്റെ ഷീറ്റ് മാസ്ക്. അപ്പൊ ഇതിന്റെ അകത്ത് ഇഷ്ടംപോലെ സിറംസ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ സിറംസ് നമ്മൾ ഫേസ് ക്ലീൻ ചെയ്യുക, ഫേസ് നമ്മൾ ക്ലെൻസർ ഒക്കെ വെച്ച് ക്ലീൻ ചെയ്തതിനു ശേഷം നമ്മൾ ഈ ഒരു സംഭവം വേണമെങ്കിൽ ടോണർ യൂസ് ചെയ്യുക, റോസ് വാട്ടറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടോണർ യൂസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇത് നമ്മുടെ ഫേസിലോട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പൊ ഇതിലെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഷീറ്റാണ്. പക്ഷെ ആ ഷീറ്റിൽ നമ്മുടെ കണ്ണിന്റെ അവിടെ 2 ഹോളായിട്ടും പിന്നെ മൂക്കിന്റെ അവിടെ ഒരു ഗ്യാപ്പ്, വായന്റെ അവിടെ ഗ്യാപ്പ്, ചുണ്ടിന്റെ അവിടെ ഗ്യാപ്പ്. അപ്പൊ ബാക്കി സ്ഥലത്ത് മൊത്തം ഈ ഒരു ഷീറ്റ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പൊ അത് ഞാൻ ഈ വീഡിയോന്റെ അവസാനം ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യേണ്ടത്. അപ്പൊ ഞാനിപ്പോ സ്റ്റുഡിയോ 3 ഷീറ്റ് മാസ്ക് വാങ്ങിയിട്ടുണ്ട്. സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ വാങ്ങുന്ന ഡ്രസ്സിനേക്കാളും കൂടുതൽ ഞാൻ വാങ്ങുന്ന സാധനം ഷീറ്റ് മാസ്ക് ആണ്. കാരണം ബാക്കി ബ്രാൻഡിനൊക്കെ ഷീറ്റ് മാസ്ക് ഒരു 100 രൂപയൊക്കെ വരാറുണ്ടല്ലോ. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ 49 രൂപയ്ക്കാണല്ലോ ഷീറ്റ് മാസ്ക് കിട്ടുക. അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടുന്ന് ഷീറ്റ് മാസ്ക് യൂഷ്വലി വാങ്ങുന്നതാണ്. ഞാൻ ഇതിന്റെ മുന്നേ ഒരു പ്രാവശ്യം മാത്രമേ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്തിട്ടുള്ളൂ. നമ്മുടെ ടീ ട്രീന്റെ ഷീറ്റ് മാസ്ക് ആണ് ഞാൻ യൂസ് ചെയ്തത്. പക്ഷെ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അതായത് നമ്മുടെ ഫേസ് ഒക്കെ ഭയങ്കര മോയ്സ്ചറൈസ് ആയി, ഭയങ്കര എന്താ പറയാ, ഒന്ന് ഹൈഡ്രേറ്റ് ആയ ഒരു ഫീല് തോന്നി. അപ്പൊ ഇപ്രാവശ്യം ഞാൻ പോയപ്പോൾ ഞാൻ എന്ത് ചെയ്തത് വെച്ചാൽ ഞാൻ 4 ഷീറ്റ് മാസ്ക് ആണ് വാങ്ങിയത്. ഒന്ന് നമ്മുടെ നയാസിമൈഡിന്റെ ഷീറ്റ് മാസ്ക്. പിന്നെ നയാസിമൈഡ് ഞാൻ കുറെ കാലമായി യൂസ് ചെയ്യണം വിചാരിക്കും. ഈ നയാസിമൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പൺ പോർസുകൾ കാര്യങ്ങൾ, അതായത് നമ്മുടെ മുഖത്ത് വരുന്ന ഈ കുഴികളൊക്കെ ഒഴിവാക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ക്ലിയർ സ്കിന്നിനൊക്കെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ആലിയ ഭട്ടൊക്കെ ക്ലിയർ സ്കിന്നിനൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ പറയുന്ന നയാസിമൈഡ്. അപ്പോൾ എനിക്കാണെങ്കിൽ അതിന്റെ സിറം വാങ്ങണമെന്നുണ്ട്. പക്ഷെ സിറത്തിന് നല്ല റേറ്റ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ തൽക്കാലം നമുക്ക് ഷീറ്റ് മാസ്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ഞാൻ അതൊന്ന് വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാലിസിലിക് ആസിഡ്, എന്റെ സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ ഓയിലി സ്കിന്നാണ്. ഓയിലി അല്ലെങ്കിൽ കോമ്പിനേഷൻ, ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ കിടക്കുന്ന ഒരു സ്കിൻ. അപ്പൊ എനിക്ക് സാലിസിലിക് ആസിഡ് ആവശ്യമില്ല. അപ്പൊ അതും ഈ പറഞ്ഞ പോലെ അതിന്റെ സിറംസിനൊക്കെ റേറ്റ് കൂടുതലായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതും ഞാൻ തുടിയൊന്ന് 49 രൂപയ്ക്ക് വാങ്ങി. പിന്നെ ഞാൻ മൂന്നാമത് വാങ്ങിയത് നമ്മുടെ വൈറ്റമിൻ സി. വൈറ്റമിൻ സി നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഫേസിന് ഒരു ഗ്ലോ കൊടുക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് ഞാൻ മൂന്നാമത് വാങ്ങിയ വൈറ്റമിൻ സിന്റെ ഫേസ് മാസ്ക്. അപ്പൊ ഇതിലിപ്പോ ഞാൻ എന്താ പറയാ ഓരോന്നോരോന്നായിട്ട് ട്രൈ ചെയ്തിട്ടും കാണിച്ചു തരാം. അപ്പോൾ അതിന് മുന്നേ നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ ഫേസ് മാസ്ക് യൂസ് ചെയ്യുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ പല ടൈപ്പ് ഫേസ് മാസ്ക് നമ്മൾ കണ്ടു. ഇപ്പൊ ഓരോ ഫേസ് മാസ്കിനും അതിൻ്റെതായ ഗുണങ്ങളാണ്. പിന്നെ ഏതൊരു ഫേസ് മാസ്ക് എടുത്തു കഴിഞ്ഞാലും അതിന് എന്താ പറയാ, അതിന് നമ്മൾക്ക് നല്ല രീതിക്ക് ഹൈഡ്രേഷൻ തരാനും നമ്മുടെ ഫേസ് മോയ്സ്ചറൈസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഫേസ് മാസ്ക് ഫേസിൽ വെച്ചതിന് ശേഷം അത് ഒരു 10-15 മിനിറ്റ് വെക്കുക. അത് കഴിഞ്ഞിട്ട് അത് കഴുകി കളയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അതേപോലെ തന്നെ വെക്കുക. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു പാക്കറ്റിൽ ഒന്നുണ്ടാവും, അത് ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആ ആവശ്യം കഴിഞ്ഞ് അത് എടുത്ത് കളയുക. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ പാക്കറ്റിനകത്ത് തന്നെ കുറച്ച് ബാക്കി ഉണ്ടാവും ഇതിന്റെ എസൻസ്, അതായത് ഈ സിറത്തിന്റെ എസൻസ്. അപ്പൊ അത് കളയാണ്ടിരിക്കും. ഒന്നെങ്കിൽ അതെന്ത് ചെയ്യുക, അത് ഇത് ഇപ്പൊ നമ്മൾ ഫേസിൽ ഓൾറെഡി അത്യാവശ്യം സിറം ആയിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെയും നമ്മൾ അത് തേക്കേണ്ട ആവശ്യമില്ല. ഒന്നെങ്കിൽ നമ്മൾ നമ്മുടെ കഴുത്തിലോ കയ്യിലോ ഒക്കെ തേക്കുക. അതല്ലാത്ത പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ യൂസ് ചെയ്താലും മതി. ആ ഫ്രിഡ്ജിലൊന്നുമല്ല വെച്ചിട്ടില്ല. ഞാൻ അന്ന് സാലിസിലിക് ആസിഡിന് ഞാൻ 2 പാക്ക് വാങ്ങിയിരുന്നു. അപ്പൊ ഒന്ന് തീർന്നുപോയി, മറ്റേത് ഞാൻ പൊട്ടിച്ചിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അതിന്റെ ബാക്കി വരുന്ന സാലിസിലിക് ആസിഡിന്റെ എസൻസ് ഞാൻ എടുത്തു വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ തേച്ച്. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പൊ അല്ലാണ്ട് നമ്മൾ അതിന്റെ എസൻസ് വേസ്റ്റ് ചെയ്ത് കളയരുത്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ അപ്ലിക്കേഷനിലോട്ട് പോവാം.
അപ്പം നമ്മൾ വൈറ്റമിൻ സിൻ്റെ ഗ്ലോ ഷീറ്റ് മാസ്ക് ആണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മളിതാദ്യം എൻ്റെ ഹെയറൊക്കെ ഒന്ന് ഞാൻ സെക്യൂർ ചെയ്ത് വെച്ചു. അതിന് ശേഷം ഞാൻ ഈ ഒരു സാധനം, അതായത് നമ്മുടെ കണ്ണിൻ്റെ അവിടെയും മൂക്കിൻ്റെ അവിടെയും വായൻ്റെ അവിടെ, ഇത് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടല്ലോ, അതങ്ങനെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ദാറ്റ് ആ ഒരു സിറം മൊത്തം നമ്മുടെ ഫേസിലോട്ട് ആയിക്കോട്ടെ വിചാരിച്ചിട്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു 15 മിനിറ്റ് അത് വെക്കേണ്ട. അതിന് ശേഷം അത് എടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ടാബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.